ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? എല്ലാവരും സുഖമായിരിക്കട്ടെ. അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവരും കാണുന്നുണ്ടല്ലോ അല്ലേ? എല്ലാവരും ഫോളോ ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇന്നത്തെ വേക്കൻസീസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇന്ന് നേഴ്സസിന്റെ വേക്കൻസി ഇട്ടിട്ടുണ്ട് കേട്ടോ. നേഴ്സസിന്റെ വേക്കൻസി പബ്ലിഷ് ചെയ്തിരിക്കുന്നത് അപ്പെക്സ് ഹെൽത്ത് കെയർ ആണ് കേട്ടോ. ഇന്ന് രാവിലെ ഇട്ടതാണ് അവരത് കേട്ടോ. അപ്പോൾ ഏതൊക്കെ ഓപ്പണിങ്സ് ആണെന്ന് നോക്കാം. പിന്നെ ക്ലിനിക്കൽ നഴ്സസിന്റെ വേക്കൻസീസ് ആണ്. ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, പീഡിയാട്രിക് അല്ലെങ്കിൽ NICU, മെഡിക്കൽ സർജിക്കൽ, ഓപ്പറേറ്റിംഗ് റൂം, OPD അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഇത്രയും ഡിപ്പാർട്ട്മെന്റ്സിലേക്കാണ് അപ്പെക്സ് ഹെൽത്ത് കെയർ നഴ്സസിന്റെ വേക്കൻസി ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവരതിൻ്റെ അകത്ത് കൂടുതലൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. ഈ കറണ്ട് ഓപ്പണിങ്സ് എന്ന് പറഞ്ഞിട്ട് ഇത്രയും ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഇട്ടിരിക്കുകയാണ് കേട്ടോ. ഇതിന്റെ മെയിൽ ഐഡിയും കാര്യങ്ങളൊക്കെ വേണ്ടവര് എനിക്ക് കമന്റ് ഇട്ടിരുന്നാലും ഞാൻ ഫോർവേഡ് ചെയ്ത് തരാം. അല്ലെങ്കിൽ അപ്പെക്സ് ഹെൽത്ത് കെയറിലെ വെബ്സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ എമർജൻസി, പീഡിയാട്രിക്, മെഡിക്കൽ സർജിക്കൽ, ഓപ്പറേറ്റിംഗ് റൂം, OPD ഇത്രയും ഡിപ്പാർട്ട്മെന്റ്സിൽ ജോലി നോക്കുന്ന നഴ്സസ് ഉണ്ടെങ്കിൽ അപ്പെക്സ് ഹെൽത്ത് കെയറിന്റെ സൈറ്റിൽ കയറി അപ്ലൈ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ വേറൊരെണ്ണം പറയാനുള്ളത് ഫിസിയോതെറാപ്പിസ്റ്റിന്റെ വേക്കൻസിയാണ് കേട്ടോ. വിസ്റ്റാസ് ഗ്ലോബൽ പിന്നെയും ഫിസിയോതെറാപ്പിസ്റ്റിന്റെ വേക്കൻസി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവര് അതിനകത്ത് ചോദിക്കുന്നത് ബാച്ചിലർ ഓർ മാസ്റ്റർ ഡിഗ്രി ഇൻ ഫിസിയോതെറാപ്പി, 4 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് കേട്ടോ. പ്രൈവറ്റ് പ്രാക്ടീസ് ഓർ ഔട്ട് പേഷ്യന്റ് റീഹാബിലിറ്റേഷൻ, പ്രൊഫിഷ്യൻസി ഇൻ ഇംഗ്ലീഷ് ഈസ് റിക്വയർഡ്. അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് മാനുവൽ തെറാപ്പീസിന്റെ കാര്യമൊക്കെ അവർ പറയുന്നുണ്ട്. റിക്വയർമെന്റ്സിൽ എക്സ്പീരിയൻസിന്റെ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട് കുറച്ച് എക്സ്പീരിയൻസ്. അപ്പോൾ വിസ്റ്റാസ് ഗ്ലോബലാണ് ഇട്ടിരിക്കുന്നത് ഫിസിയോതെറാപ്പിസ്റ്റിന്റെ കേട്ടോ. വിസ്റ്റാസ് ഗ്ലോബൽ ഒരു മാൻ പവറിംഗ് റിക്രൂട്ട്മെന്റ് ഏജൻസിയാണ്. അവർ ഹോസ്പിറ്റലിലേക്ക് ഹയർ ചെയ്യുന്നതാണ് കേട്ടോ. ഏത് ഹോസ്പിറ്റലാണെന്ന് മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷേ ഫിസിയോതെറാപ്പിസ്റ്റിന്റെ വേക്കൻസി അവരുടെ സൈറ്റിൽ ഇന്നും പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 ദിവസം മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. വീണ്ടും അവർ ഇന്ന് രാവിലെ ഒരിക്കൽ കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന്റെ മെയിൽ ID വേണ്ടവര് എനിക്ക് താഴെ കമന്റ് ചെയ്യാം, ഞാൻ ഫോർവേഡ് ചെയ്ത് തരാം. അല്ലെങ്കിൽ വിസ്റ്റാസ് ഗ്ലോബലിന്റെ സൈറ്റിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഫിസിയോതെറാപ്പിസ്റ്റ് വിസ്റ്റാസ് ഗ്ലോബൽ. പിന്നെ അടുത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പേൾ ഇന്റർനാഷണൽ ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, ഇവിടുത്തെ പേൾ ഇന്റർനാഷണൽ ഹോസ്പിറ്റലില് അവര് CSSD ടെക്നീഷ്യന്റെ വേക്കൻസി ഇട്ടിട്ടുണ്ട് കേട്ടോ. CSSD ടെക്നീഷ്യൻ. അപ്പോൾ അത് ഇവിടെ ലോക്കലായിട്ട് അവൈലബിൾ ആയിട്ടുള്ളവർക്കാണ് കേട്ടോ ആ വേക്കൻസി. CSSD ടെക്നീഷ്യൻ വിത്ത് QCHP ലൈസൻസ്. അപ്പോൾ ലൈസൻസ് ഉള്ള QCHP ലൈസൻസ് ഉള്ള CSSD ടെക്നീഷ്യന്മാരാരെങ്കിലും ഖത്തറിലുണ്ടെങ്കിൽ, ജോലി നോക്കുന്നവരുണ്ടെങ്കിൽ, ദ പേൾ ഇന്റർനാഷണൽ ഹോസ്പിറ്റല് അവർ ഹയർ ചെയ്യുന്നുണ്ട് CSSD ടെക്നീഷ്യൻ. ലോക്കൽ ഹയറിംഗ് ആണ്. അപ്പം അതിന്റെ വാട്സപ്പ് നമ്പറൊക്കെ അതിൽ അവർ കൊടുത്തിട്ടുണ്ട്. മെയിൽ ID വാട്സപ്പ് നമ്പറും ഒക്കെ വേണ്ടവര് എനിക്ക് കമന്റ് ചെയ്യുക കേട്ടോ. CSSD ടെക്നീഷ്യൻ പേൾ ഇന്റർനാഷണൽ ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വേക്കൻസി ഡെന്റൽ അസിസ്റ്റന്റിന്റെ വേക്കൻസി ഇട്ടിട്ടുണ്ട് കേട്ടോ. അതൊരു മാൻ പവർ ഏജൻസിയാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഡെന്റൽ അസിസ്റ്റന്റിന്റെ വേക്കൻസി അവർ ഓവർസീസ് റിക്രൂട്ട്മെന്റും ഉണ്ട് കേട്ടോ. അപ്പൊ നാട്ടിൽ നിന്ന് ആരെങ്കിലും ഡെന്റൽ അസിസ്റ്റന്റിന്റെ ജോബ് നോക്കുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, ഞാൻ അതിന്റെ ഇൻഫർമേഷൻ ഫോർവേഡ് ചെയ്ത് തരാം കേട്ടോ. അവർ ഓവർസീസ് റിക്രൂട്ട്മെന്റ് ഉണ്ടെന്ന് അതിൽ എഴുതിയിട്ടുണ്ട്. മാൻ പവർ ഏജൻസിയാണ് കേട്ടോ. ഡയറക്റ്റ് ഹയറിംഗ് അല്ല, മാൻ പവർ ത്രൂ ആണ്. സാലറി ഒക്കെ അവർ പറയുന്നത് 3000 ഖത്തർ റിയാലൊക്കെയാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ക്വാളിഫിക്കേഷൻ ചോദിക്കുന്നത് ഡിപ്ലോമ ഇൻ ഡെന്റൽ ഓപ്പറേഷൻ റൂം അസിസ്റ്റന്റ് വിത്ത് 2 years ഓഫ് എക്സ്പീരിയൻസ്. അപ്പൊ ഡെന്റൽ അസിസ്റ്റന്റിൽ ഡിപ്ലോമയും 2 വർഷത്തെ എക്സ്പീരിയൻസും ഒക്കെയുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഹോം കൺട്രിയില് ഡെന്റൽ കൗൺസിൽ രജിസ്ട്രേഷൻ വേണമെന്നും അവർ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡെന്റൽ അസിസ്റ്റന്റ് ആരെങ്കിലും ഖത്തറിൽ ജോലി നോക്കുന്നവരുണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക. മാൻ പവർ ശ്രദ്ധിക്കണം, മാൻ പവർ ഏജൻസിയാണ് ഇട്ടിരിക്കുന്നത്, ഹോസ്പിറ്റലുകാരല്ല കേട്ടോ. അപ്പം അതിന്റെ ഡീറ്റെയിൽസ് വല്ലതും വേണമെങ്കിൽ എനിക്ക് കമന്റ് ഇടുക, ഞാൻ ഫോർവേഡ് ചെയ്ത് തരാം കേട്ടോ. അവരുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, മെയിൽ ID അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് ഡാറ്റ ഫ്ലോയും പ്രോമെട്രിക്കും ഒക്കെ കഴിയണമെന്ന് അവർ അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡെന്റൽ അസിസ്റ്റന്റ് മാൻ പവർ റിക്രൂട്ട്മെന്റ് ഏജൻസിയാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. പിന്നെ അടുത്തത് ഏതാന്ന് ചോദിച്ചാൽ അത് ഇട്ടിരിക്കുന്നത് MDP എന്ന് പറഞ്ഞ ഒരു റിക്രൂട്ട്മെന്റ് ഏജൻസിയാണ്. മാൻ പവർ പോളിംഗ് ഏജൻസിയാണ്. അവര് സിദ്രയിലേക്കാണ് കേട്ടോ വേക്കൻസി ഇട്ടത്. അവർ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് സിദ്ര ഹോസ്പിറ്റലിലേക്കാണ്.
3 മാസത്തേക്കുള്ള ഓപ്പണിങ്സ് ആണ് കേട്ടോ. ടെമ്പററി വേക്കൻസി ആണ്. അതായത് ഇൻഷുറൻസിന്റെ ഒക്കെയാണ് കേട്ടോ. പ്രീ ഓതറൈസേഷൻ അഡ്മിനിസ്ട്രേറ്റർ എന്നാണ് പോസ്റ്റിന്റെ പേര് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ഇൻഷുറൻസിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ പോസ്റ്റാണ് കേട്ടോ. അവർ അതിനകത്ത് എഴുതിയിട്ടുണ്ട് ടു ബി അസൈൻഡ് അറ്റ് സിദ്ര മെഡിസിൻ ഹെൽത്ത് കെയർ എക്സ്പീരിയൻസ് ഈസ് പ്രിഫേർഡ്. അപ്പോൾ ഇതിന് ഹോസ്പിറ്റലിലൊക്കെ ഇൻഷുറൻസിലൊക്കെ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഖത്തറിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അതിന്റെ മെയിൽ ഐ ഡി വേണ്ടവര് എനിക്ക് മെസ്സേജ് കമന്റ് അയക്കുക, ഞാൻ ഫോർവേഡ് ചെയ്ത് തരാം. ഡേറ്റ് അവർ പറഞ്ഞത് 30 സെപ്റ്റംബർ 30 എന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ 3 മാസത്തേക്കുള്ള ടെമ്പററി വേക്കൻസിയാണ്. ആരെങ്കിലും ഖത്തറിലുള്ള ആൾക്കാർ ഇൻഷുറൻസ് ഓഫീസറിന്റെ ജോലി നോക്കുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, ഞാൻ അതിന്റെ ഇൻഫർമേഷൻ ഫോർവേഡ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന് പറയാനുള്ളത്. പിന്നെ ഡോക്യുമെന്റ് കൺട്രോളർ ആരെങ്കിലും ജോബ് നോക്കുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഒരു ടെമ്പററി വേക്കൻസിയുടെ ആഡ് കണ്ടിട്ടുണ്ട്, ഞാൻ ഫോർവേഡ് ചെയ്ത് തരാം. ക്വാണ്ടിറ്റി സർവേയറോ ഡോക്യുമെന്റ് കൺട്രോളർ, ഇത് രണ്ടുമാണ് അവർ പറയുന്നത്. 6 മന്തിലേക്കാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എക്സ്റ്റെൻഡബിൾ ആണെന്ന് പറയുന്നുണ്ട്, എന്നാലും അറിയില്ല അതിനെക്കുറിച്ച്. അപ്പോൾ ഡോക്യുമെന്റ് കൺട്രോളറായിട്ട് ആരെങ്കിലും ജോബ് നോക്കുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ അപ്ഡേറ്റ്സ് എനിക്ക് പറയാനുള്ളത്. മെയിനായിട്ട് നഴ്സസിന്റെ വേക്കൻസിയാണ് കേട്ടോ. അപ്പെക്സ് ഹെൽത്ത് കെയർ ആണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഡെന്റൽ അസിസ്റ്റന്റ് മാൻ പവർ ഏജൻസീസ് ആണ്, അവർ ഇന്ത്യയിൽ നിന്ന് ഹയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ CSST ടെക്നീഷ്യൻ ലോക്കൽ ഹയറിംഗ് ആണ്. അത് ആരെങ്കിലും ജോലി നോക്കുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഇൻഷുറൻസ് ഓഫീസർ കേട്ടോ. അപ്പോൾ ഇത്രയും ഫിസിയോതെറാപ്പിസ്റ്റിന്റെ വേക്കൻസി വിസ്റ്റസ് ഗ്ലോബൽ. അപ്പോൾ ജോബ് നോക്കുന്നവരൊക്കെ ഓടിപ്പോയി അപ്ലൈ ചെയ്യുക കേട്ടോ. ഇല്ലെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അപ്ലൈ, വിൻ ആൻഡ് എൻജോയ്. താങ്ക് യു സോ മച്ച്.